ഹായ്, നമസ്കാരം. സഞ്ജു ടെക്കി ബ്ലോഗ്സ് അല്ലേ? ഇപ്പം MVDയും ന്യൂസ് ചാനൽസും മറ്റ് റിയാക്ഷൻ ചാനൽസും ഒക്കെ ഒരേപോലെ പറയുന്ന ഒരേ ഒരു പേര് സഞ്ജു ടെക്കി ബ്ലോഗ്സ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്യാതെ ഇല്ല, കണ്ടിട്ടുമില്ല. കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് കാരണം. പല കാരണങ്ങളുണ്ട്. യൂട്യൂബാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് അഹങ്കാരം തലപൊക്കാൻ തുടങ്ങി. എന്തുമാകാം എന്നൊരു ധാർഷ്ട്യം തലപൊക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകളോട് ഒരു വിയോജിപ്പ് തോന്നി. ഞാനത് കണ്ടില്ല. ഓക്കെ, ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചപ്പോഴാണ് ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറി നോക്കിയത്. ഇപ്പോൾ ആ വീഡിയോ ഇല്ല. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ റീയൂസ് കണ്ടന്റ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുമില്ല. മിക്കവാറും വാർത്തകളിലൊക്കെ നിങ്ങളത് കണ്ടു കാണും. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത്. ഞാൻ ഈ സംഭവം എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാറിൽ ബാക്കിൽ 2 സീറ്റ് ഇളക്കിയോ ഇളക്കാതെ എന്നുള്ളത് കൃത്യമായി എനിക്കും വ്യക്തമല്ല. അതുകൊണ്ട് ഞാനത് ഇളക്കാതെ എന്ന് പറയണില്ല. എന്തായാലും ഇളക്കി എന്നാണ് മിക്കവരും പറയുന്നത്. സോ ഇളക്കിയിട്ട് ടാർപ്പ വെച്ചു കാറിൻ്റെ മുൻ സീറ്റിലും. അത് 7 സീറ്ററാണ്, സഫാരി 7 സീറ്ററാണ്. അപ്പം ഏറ്റവും ബാക്കിലെ സീറ്റിൽ അവിടെയും പിന്നെ ഫ്രണ്ട് സീറ്റിലും ഒക്കെ ആയിട്ട് ടാർപ്പ കെട്ടി ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടുത്തി അതിനകത്ത് വെള്ളം നിറച്ചു. അങ്ങനെ സഞ്ജു ടെക്കിയും ബാക്കി 2 പേരും ബാക്കിൽ, ഒരാൾ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ അതിൽ അവർ കിടന്ന് കുളിച്ച് വണ്ടി ഓടിക്കുന്നു. ഈ വണ്ടി ഇങ്ങനെ കട്ടറുകളിൽ ചാടുന്നു. വണ്ടി ഇങ്ങനെ ഓടി പോവാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വയനാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ കാറിൽ ഡിക്കിയിലൊക്കെ നമ്മുടെ വെയിറ്റ്, ചക്ക, മാങ്ങ അങ്ങനെ ഇങ്ങനെയൊക്കെ വെയിറ്റ് കൊണ്ടുവരുമ്പം വീട്ടിലറിയാം. ഈ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞൊക്കെ ഈ കാറിൽ വെയിറ്റ് ഇടുമ്പോഴത്തേക്കത് സ്റ്റീറിങ്ങിൽ അത് അവർക്ക് അറിയാൻ പറ്റുമെന്ന് ഇവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും കട്ടറിൽ ചടുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ വണ്ടി കട്ടറിൽ ചടുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു കുലുക്കം, അതിഭീകരമായ കുലുക്കം നമുക്കും അത് ഫീൽ ചെയ്യും. പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, സഞ്ജു ടെക്കി ഈ വാഹനത്തിൽ ഇതേപോലെ വെള്ളം നിറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ വാഹനം ഓടിക്കുന്ന ആൾക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ വാഹനത്തിൻ്റെ നിയന്ത്രണത്തെ അത് നന്നായിട്ട് അത് ബാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതായാലും ഈ വാഹനം ഓടിച്ച് ബ്രേക്ക് പിടിച്ചപ്പോൾ ഒരു വട്ടത് ബ്രേക്ക് പിടിച്ചപ്പോൾ ഇതിൻ്റെ ടാർപ്പയുടെ ഏതോ ഒരു കെട്ട് ഫ്രണ്ട് സൈഡിൽ ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നൊരു കെട്ട് അഴിഞ്ഞു പോവുകയും ഈ ടാർപ്പ ചോരുകയും ചെയ്തു. അങ്ങനെ ഓവർ പ്രഷർ, കാരണം ഈ ടാർപ്പ നിറച്ച് വെള്ളമല്ലേ, സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളമല്ലേ, ഇവരില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ചോറുമ്പോഴത്തേക്കും ചെറുന്ന രീതിക്ക് വെള്ളം അങ്ങ് പോയി. അപ്പം ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെയുള്ള ആ സീറ്റിൻ്റെ അങ്ങോട്ടും ഒക്കെ വെള്ളം നല്ല രീതിയിൽ ഫ്ലോ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഈ സൈഡ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഈ സൈഡ് ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ളൊരു ഭാഗത്ത് എയർ ബാഗ് പട്ടയും ഒറ്റ പൊട്ടലങ്ങ് പൊട്ടി. അങ്ങനെ എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കാറുകൾ സ്റ്റക്കാവും, എൻജിൻ ചിലപ്പോൾ ഓഫാവും, അല്ലെങ്കിൽ വണ്ടി ഓടില്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. എന്നാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഇത് ഓടി. അങ്ങനെ അപ്പോഴത്തേക്ക് ഇവർക്ക് പേടിയായി. ഇവർ ഡോറ് തുറന്നു, ഈ വെള്ളം പുറത്തേക്ക് ഒഴിച്ച് കളയാൻ തുടങ്ങി. അതങ്ങനെ ഒരു എന്താ പറയുക, ട്രാഫിക് ഉണ്ടായി, റോഡിൽ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് നിയമവിരുദ്ധമാണ്. സ്വാഭാവികമായിട്ട് MVD കേസെടുത്തു. ഒരു പെറ്റി കേസിൽ ഒതുങ്ങാവുന്ന കേസായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഹലോ ഗായ്സ്, എനിക്ക് റീച്ച് കിട്ടി, MVD എന്നെ പിടിച്ചു, വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ പിടിച്ചു, ഹോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തു. എനിക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഇടം കിട്ടി, എന്നെ അങ്ങനെയാക്കി, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ധാർഷ്ട്യം, ഞാൻ പറഞ്ഞില്ല, അഹങ്കാരത്തോടുകൂടി ഇദ്ദേഹം വീഡിയോ ചെയ്തു. എനിക്ക് അങ്ങനെ റീച്ച് കിട്ടി, ഇങ്ങനെ റീച്ച് കിട്ടി, ഈ വാർത്താ മാധ്യമങ്ങളും MVDയും എല്ലാം എന്നെ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങ് എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കളിയാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ, എനിക്ക് ഒന്നും ഒരു പ്രശ്നമല്ലാന്നൊരു വീഡിയോ ചെയ്തു. അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് നമ്മൾ അപ്പോൾ ഓർക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് 1% പോലും ന്യായമില്ല. എന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഹൈക്കോടതി ഇത് കാണുകയും നേരിട്ട് ഇടപെടുകയും ചെയ്തു.
ഒരു പെറ്റി കേസിൽ ഒതുങ്ങാവുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ആ കാറിൻ്റെ RC 1 വർഷത്തേക്കോ മറ്റോ സസ്പെൻഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് 1 വർഷത്തേക്കോ മറ്റോ സസ്പെൻഡ് ചെയ്യാമായിരുന്ന കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വീഡിയോ കൊണ്ട്, ഒരൊറ്റ ഇടപെടൽ കൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? ആ ജീവനാന്തം ലൈസൻസ് റദ്ദാക്കി. ഇനിയിപ്പോൾ ആ കാറും നോക്കണ്ട, പോയി. ആ കാറിൻ്റെ ലൈസൻസ് റദ്ദാക്കി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണ് ശരിക്കും. ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ, അത് എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ വീഡിയോ ചെയ്തു, എനിക്കൊരു തെറ്റുപറ്റി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ആരും ഞാൻ ചെയ്തതുപോലെ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇത്രയും വരും എത്തൂലായിരുന്നു. സസ്പെൻഷൻ വരും, സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റിയതുകൊണ്ട്, മോട്ടോർ വാഹന നിയമങ്ങൾക്ക് എതിരായതുകൊണ്ടും ഇതൊരു തെറ്റായതുകൊണ്ടും ശിക്ഷാ നടപടി എന്തായാലും ഉണ്ടാവും. ഒരു വർഷത്തേക്കോ വരെ സസ്പെൻഡ് ചെയ്താൽ തീർന്നു. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിന് തിരിച്ച് വീണ്ടും പഴയ ലൈഫിലേക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ എന്ത് വലിയ പ്രശ്നത്തിലാണ് പോയി ചാടിയത് കണ്ടോ? എന്ത് വലിയ പ്രശ്നത്തിലാണ് പോയി ചാടിയത്. ഇതാണ് ജീവിതത്തിൽ ആവേശവും പാടില്ല, എടുത്തുചാട്ടവും പാടില്ല, അഹങ്കാരവും പാടില്ല. ഇത് 3 മനുഷ്യന് ഒരേപോലെ ആപത്താണ്. ഇവിടെ സംഭവിച്ചത് അതാണ്. നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ഞാനും ഷൂട്ട് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് റോഡിൽ കിടന്ന് തിട്ടയിലകതവും കളിച്ചാൽ തീർച്ചയായിട്ടും എനിക്കെതിരെയും കേസ് വരും. ഞാനത് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് എന്നതിനോടുപരി ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പം ഞാൻ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ആരൊക്കെ എൻ്റെ ഓഡിയൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് 18+ ഒന്നും അല്ലാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾ മുതൽ എൻ്റെ വീഡിയോസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ആർക്കെങ്കിലുമൊക്കെ പ്രചോദനാത്മകമാവുകയും അവർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം. പബ്ലിക് ന്യൂസൻസ് എന്ന് പറയും, അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇദ്ദേഹത്തിന് പറ്റിയത് അതാണ്. എന്തായാലും 100% തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റ് പറ്റി, അറിയാതെ തെറ്റ് പറ്റി, ഓക്കെ, സമ്മതിച്ചു, മനുഷ്യരാണ്. അതിപ്പോൾ എനിക്കായാലും നിങ്ങൾക്കൊക്കെ തെറ്റുകൾ പറ്റും. പക്ഷെ പറ്റിയപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും വരെ അവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവുന്നുള്ളത്. ഇതൊന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഈ ന്യൂസസൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഫൈനലായിട്ട് ഞാൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഫൈനലായി. ഹൈക്കോടതിയുടെ വിധിയും കൂടെ വന്നു. പിന്നെ മോട്ടോർ വാഹന വകുപ്പ് ഗുരുതരമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തപ്പോൾ പറഞ്ഞേക്കുന്നത്. 108 കിലോമീറ്ററിൽ വണ്ടി ഓടിച്ചു എന്നോ, 18 വയസ്സ് തികയാത്ത ആർക്കോ വാഹനം ഓടിക്കാൻ കൊടുത്തു എന്നോ, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ വയലേഷൻസ് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു എടുത്തുചാട്ടം കൊണ്ട്, അഹങ്കാരം കൊണ്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ ഒരു ജീവിതം ഞാൻ പറയുന്നില്ല, എന്തായാലും വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കഷ്ടം. കാറും മറ്റുമൊക്കെ ഒരു പാഷനായിരുന്നു. അതിങ്ങനെ മോഡിഫൈ ചെയ്യുക, അത് ഓടിക്കുക, അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ സ്ഥിരം കണ്ടൻ്റായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്ന് എനിക്കറിയില്ല. മിക്ക കണ്ടന്റിലും വണ്ടി ഓടിക്കുന്നതും വീട്ടിലുള്ളതും ഒക്കെ ആയിട്ടുള്ളത് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.